സാധനം എനിക്ക് തോന്നുന്നു ബൈ ട്രെൻഡാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് ഇനി അറിഞ്ഞുകൂടാ, നോക്കാം. എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ്. തെറ്റുമായിരിക്കും ശരിയുമായിരിക്കും. കാരണം ഇത്രയും ഒരു വലിയൊരു വിഗ്ഗും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് കളിക്കുന്നു. ഒന്നും കൂടി പോയി തിരിച്ചു വരും. ഞാൻ പോടും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ് വെള്ളം ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാം കഴിച്ചിട്ട് ഫുഡ് റെഡിയാക്കി കേട്ടോ. ഇനി ഇതും കഴിച്ചിട്ട് അവിടെ പോയിരുന്ന് നോക്കണമല്ല. അത് തന്നെ പരിപാടി. പിന്നെ ഓരോരുത്തർ റൂമിൽ ലൈറ്റും കിടക്കണം, അതും പോയി ഒന്ന് നോക്കണം. അതും എന്തിനാണെന്ന് അതായത് കഴിച്ചിട്ട് പോകും. അവിടെ ചിക്കിങ്ങിന് എന്തോ ആൾ വന്ന് ഇൻസ്പെക്ഷന്. അപ്പോൾ അത് എന്തിനാണെന്ന് നോക്കട്ടെ. അവിടെ അതിലായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മാച്ച് ക്ലീനാക്കിയായിരിക്കും. അപ്പോൾ കച്ചടായിട്ടുള്ള അതായത് കവറൊക്കെ എടുത്ത് മാറ്റിയതേ ഉള്ളൂ. ഇന്ന് ഇതുപോലത്തെ സാധനം കടിക്കാൻ വന്നു. ഇതാണൊന്ന് കയ്യിൽ കൊട്ടിയതൊന്ന്. ഇതുവരെ പോയിട്ടില്ല അടയാളം. ഇട്ടിട്ടുണ്ട് കേട്ടാ. ട്രെൻഡ് മേൽ സൈഡിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഓക്കെയാണത്. അവിടെ ആണെങ്കിൽ അതാണ് ഇന്നലത്തെ ലിക്വിഡിറ്റി ഫോം. അതായത് ഇന്നലത്തെ വിഗ് ഉണ്ടാക്കുമല്ലോ, ഇന്നലത്തെ വിഗിൻ്റെ ക്യാൻഡിഡേറ്റ്. നോക്കാം, വെയിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. തട്ടി അത് തട്ടാൻ വേണ്ടിയാണ് കാത്തിരുന്ന. പക്ഷെ എൻ്റെ മണ്ടയിലല്ലേ ക്ലോസ് ചെയ്ത, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കിട്ടിയില്ല. തിരിച്ച് റീടെസ്റ്റ് പോയെന്ന് വിചാരിച്ചു. സെല്ലാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ മേലെ ക്ലോസ് ചെയ്ത് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. സഡൻലി പോയി സഡൻലി വന്നു. ഒറ്റ മിനിറ്റിലേ ഞാൻ വീണ്ടും പോകുമെന്ന് വിചാരിച്ചോ. പോയി കയ്യിൽ നിന്ന് പോയി ഗായ്സ്. ട്രേഡ് കയ്യിൽ നിന്ന് മൂടേ പോയി ഗായ്സ്. വെയിറ്റ് ചെയ്ത് വെറുതെ പോയി. കുഴപ്പമില്ല, പേഷ്യൻസ് പഠിച്ചല്ല ക്ഷമ. ഇന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ട്രെയിൻ എടുത്തിട്ടില്ല. 1 മണിക്കൂർ എൻ്റെ രീതിയിൽ വരാത്തതുകൊണ്ട് ഇതുവരെ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു. എടുത്തൊരു ശാലം ചാട്ടം ഉണ്ടായിരുന്നു. പറ്റും. എൻ്റെ ലോ ഇങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ എനിക്ക് പറ്റുമെന്നൊരു വിശ്വാസം. ഞാൻ അതെല്ലാം നോക്കട്ടെ. വീണ്ടും എല്ലാം ഒന്ന് റീചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചായയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കുടിച്ചിട്ട് പിന്നെ പോകണം. ഫുഡും റൈസും വെച്ചിട്ടുണ്ട്. ഇതുണ്ട് കേട്ടോ. റൈസ് റെഡിയായി. റൈസ് കറി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് പോകണം. കൺട്രോൾ റൂം വരെ പോകണം. ഒന്നെല്ലാം പോയി നോക്കണം. പോയി ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴില്ലായിരുന്നു. ഇതും വന്ന് എന്ത് പറയാനാ കഴിഞ്ഞ്. ഹലോ ഗായ്സ്, ഹെൽമെറ്റ് എടുക്കില്ല കേട്ടോ. ഹെൽമെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ട് വന്നു. അല്ല, ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് വന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ലേസി കോക്രോച്ച്. യെസ്, ഐ ആം ലേസി കോക്രോച്ച്. ഓക്കെയാണ്, മനസ്സിലായല്ലോ. അതാണ് ലേസി കോക്രോച്ച് ആവാൻ കാരണം നമ്മളെ നാട്ടിൽ ജോലിയില്ല, അതുകൊണ്ട് കണ്ടവരെ നാട്ടിൽ വന്ന് നമ്മൾ ജോലി ചെയ്യുന്നു. മനസ്സിലായല്ലോ. അതാണ് കേരളത്തിൽ ജോലിയില്ല, അതുകൊണ്ട് കണ്ടവരെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നു. മനസ്സിലല്ല. അതാണ് സാലറി പ്ലസ് ജോബ് നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് കിടക്കുമായിരുന്നു. എന്ത് ചെയ്യാൻ? ഇപ്പം എല്ലാവരും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ചെടിയൊക്കെ നോക്കട്ടെ. നാട്ടിൽ പോകുമ്പോഴെങ്കിലും അടുത്ത വർഷമെങ്കിലും നല്ലതെല്ലാം കാണുമോ. ജോലി ഞാൻ ചെയ്യൂല, നമുക്ക് ബിസിനസ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ജോലി നമ്മളെ കൊണ്ട് നടക്കൂല. നമ്മളെ നാട്ടിലെ റൂൾ വെച്ച് ജോലി നടക്കൂല. ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. നമ്മളെ ഓണറിനൊക്കെ എടുത്തിട്ട് കത്തിച്ച് കളഞ്ഞത്. അതാണ്. അത് കുഴപ്പമില്ല, സൈസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാക്കണം. ഇത് കഴിക്കട്ടെ. പാർട്ടി സെറ്റായിട്ട് പോകണം കേട്ടോ. നല്ല ഒരു
മൂവ്മെൻ്റ് ഉണ്ട് കോക്രോച്ച് പാർട്ടി. ഇനി 2 മാസം 3 മാസം ഹാഷ്ടാഗ് കോക്രോച്ച് പാർട്ടി കാണും. ഓക്കെ, ഞാനങ്ങ് തണുക്കാൻ സമ്മതിക്കല്ലേ. നമ്മളെ ഇന്ത്യക്ക് എന്തായാലും ചേഞ്ച് വേണമെന്നല്ലേ, വരുത്തണം മസ്റ്റില്. കാരണം അവന്മാരെല്ലാം അകത്തുനിന്നെല്ലാം കഴിച്ച് 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 നശിപ്പിച്ച് കളഞ്ഞു. ഡ്യൂട്ടി കയറണം കേട്ടോ, ടൈമായി. കുഴപ്പമില്ലാതൊരു നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കോക്രോച്ച് പാർട്ടി. നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ അത്. അവരാ മോട്ടീവ് അടിപൊളിയാണ്. അവരതുപോലെ കണ്ടിന്യൂ ചെയ്താൽ സൂപ്പറായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ചേഞ്ച് ആവശ്യമുണ്ട്. കേരളത്തിന് അപ്ഡേറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി IT ഫീൽഡ് സ്വന്തമായിട്ട് 2-3 കമ്പനി കേരള ബേസ്ഡ്. അത് അവർക്ക് ഗവൺമെൻറ് ജോബ് പോലെ ആക്കാം, കേരള ഗവൺമെൻറ് ജോബ് പോലെ. അങ്ങനെയും ചെയ്യാം. നല്ലൊരു ടീമിനെ അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുക്കാം. നല്ലൊരു ഓപ്ഷനാണത്. ചെയ്യണം അവരത്ര. റിസ്ക് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫീൽഡ് കമ്പനിക്ക് അവർ കൊടുത്ത് എന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം അലോഡ് ചെയ്ത് ഒരു ഇത്തിരി ഏകദേശം കേരളത്തിന് 4 ഫ്രാഞ്ചൈസി ആയിട്ട്, അതായത് കേരളത്തിൻ്റെ 4 ദിക്കിൽ ആ കമ്പനി ഉണ്ടാക്കി വന്നിട്ട്, അതായത് ഷൂവിൻ്റെയോ ഷൂ പ്ലസ് ബെൽറ്റ് മാനുഫാക്ചറിങ് കേരളത്തിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാം. നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ അവരതനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്തെടുക്കണം, സെറ്റപ്പാക്കി എടുക്കണം. എന്നാൽ അതായത് പുറത്തെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വരില്ല. നമ്മൾ അവിടെ തന്നെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് അടിപൊളിയായിട്ട് പോകും. പിന്നെ അഗ്രികൾച്ചറിൻ്റെ അതായത് അരി അങ്ങനത്തെ ഐറ്റം ഉണ്ടല്ലോ, വീറ്റ് അങ്ങനത്തെ സെറ്റപ്പ്, റൈസും വീറ്റും ഒക്കെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് എനിക്ക് കൂടുതൽ പറഞ്ഞതെന്ന് തോന്നണം. അതും കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുക. അതായത് ഈ കാർഷിക കോളേജ് പോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതുപോലത്തെ നമ്മളെ കേരളത്തിൽ എത്ര എണ്ണം തുടങ്ങണം, അതും ഒരു 4-5 എണ്ണം. അല്ലെങ്കിൽ അതായത് ഈ തിരുവനന്തപുരത്ത് ഒരെണ്ണം ഉണ്ട്, അതുപോലെ അടുത്ത ജില്ല ഈ എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, ഈ ഓരോന്നിലും ഇതുപോലെ അഗ്രികൾച്ചറിൻ്റെ യൂണിറ്റ് തുടങ്ങി അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ അവർ തുടങ്ങണം, അവർ ചെയ്യുന്നില്ല. അവർ ചുമ്മാ വന്ന് വരിച്ച് പോണ്. നല്ല ചേഞ്ച് ആവശ്യമുണ്ട്. റിയലി നശിപ്പിച്ച് വെച്ചിരിക്കുക അവർ. പിന്നെ പുറത്തുള്ളതാണെങ്കിൽ ഇതും പറയണ്ട, ഇതിനപ്പുറവും ഫുള്ള് കച്ചറ ടീം. ചവറെന്ന് പറയാം, ചവറ്. ഇന്ത്യനെ നശിപ്പിച്ച് വെച്ച്. ഞാൻ ഒന്നും പറയില്ല ഞാൻ ഇന്ത്യയിലുള്ളതാണെന്ന്, സത്യമായിട്ട്. ഞാൻ എവിടെ പോലും ഞാൻ കേരളത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. ഇന്ത്യയെ ഞാൻ കൂട്ടിയിട്ടില്ല. അവർ നശിപ്പിച്ച് വെച്ചിരിക്കുക രാജ്യത്തിന്. ഇതാണിപ്പം സൺസെറ്റ് കേട്ടോ. ജസ്റ്റ് പോയി എല്ലാം ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുക. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാതിരിക്കണത്. നമ്മളാ ഇതിൻ്റെ ബേസ്, കൺട്രോളിൻ്റെ ബേസ് എല്ലാം ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോൾഡ് മാത്രം നോക്കണുള്ളൂ കേട്ടോ, വേറെ ഒന്നും നോക്കണില്ല. ഗോൾഡ് മാത്രം നോക്കണം. ഗോൾഡ് ഹണ്ടർ നല്ല രസമാണ് കേട്ടോ. എന്ന് പറഞ്ഞാ അണ്ണാനെ പിടിക്കേണ്ട കപ്പാസിറ്റി ഉള്ളവൻ ആനയെ പിടിക്കാൻ പോയാലോ. ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് നമ്മളെ കൺട്രോൾ ചെയ്യണം. നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മളെ തലച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു കട്ട കൂറ സാധനമാണത്. പിന്നെ ഇവിടെ നില്ലടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പോവുള്ളൂ. എന്ത് ചെയ്യാന്? ഇപ്പോൾ എല്ലാം മീറ്ററിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കണം. എല്ലായിടം ഒന്ന് റൗണ്ട് അടിക്കണം. ആദ്യം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ആദ്യം അത് ചെയ്യട്ടെ. അത് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്യും. ഇത് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. ഇതൊക്കെ ഇന്ന് വർക്കാക്കി തുടക്കി കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഓഫ് ചെയ്തിട്ടിരുന്നായിരുന്നു. നേരത്തെ പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ആക്കുക. എൻ്റെ താഴെ എടുക്കാതെന്ന് പറഞ്ഞാൽ ഒട്ടും പിടിക്കാതയില്ല കേട്ടോ മൊബൈൽ. ഇപ്പം മൈക്കും കൂടി വെച്ചിരിക്കണോണ്ടേ മൊബൈൽ പിടിക്കാൻ ഒട്ടും ഇതായില്ല. ആണ് അവിടെ ഞാൻ താഴെ പോയിട്ട് എടുക്കാത്തത്. ഞാൻ പോയി മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ആക്കട്ടെ. മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ, ബാക്കിയെല്ലാം സെറ്റാണ്, ഓക്കെയാണ്. ഇതിനെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഓക്കെയാണ്. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂർ 15 മിനിറ്റ് ആകുമ്പോൾ അത് റെഡിയാണ്. പിന്നെ എൻ്റെ അനാലിസിസും ചെയ്യാനുണ്ട്.
അത് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല. നോക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. എഡിറ്റിംഗ് അങ്ങനത്തെ